Hi friends, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഒരു ബാറ്റൺ ലൈറ്റ് സർവീസ് ചെയ്തപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ബാറ്റൺ ലൈറ്റിൻ്റെ ബോർഡ്. ഈ ഒരു ബോർഡിലോട്ട് വരുന്ന എല്ലാ വയറുകളും ഒരേ നിറത്തിലുള്ളതാണ്. മാത്രമല്ല കാലപ്പഴക്കം കൊണ്ട് ഈ വയറുകളെല്ലാം അതിൽ നിന്ന് ദ്രവിച്ച് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇതിനകത്താണ് ഇതിൻ്റെ സ്വിച്ചും ലൈറ്റും എല്ലാം വരുന്നത്. നമ്മൾ ഹൈവേ റോഡ് സൈഡിലും അതുപോലെ ഹോട്ടലിൻ്റെ അടുത്തും അതുപോലെ തന്നെ ചില പോലീസ് ചെക്കിങ്ങിലെല്ലാം ഇത്തരത്തിലുള്ള ലൈറ്റുകൾ പിടിച്ചു നിൽക്കുന്നത് പോലീസുകാരെയും സെക്യൂരിറ്റീസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈറ്റാണിത്. ഇതിന് ഏകദേശം 400 രൂപ 500 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് കാലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം വേറിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ കയ്യിൽ ഒരു ചേട്ടൻ ഇത് സർവീസിന് തന്നത്. ഇതിനകത്ത് 1.5 വോൾട്ടേജിൻ്റെ 2 ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു ഹാൻഡിലിനകത്താണ് ഈ ഒരു ബാറ്ററി വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ഹാൻഡിലിനോട് ചേർന്നിട്ട് തന്നെ അതിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷനെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. പ്ലസ് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ മൈനസ് വൈറ്റ് കളറിലും ഒരു കളർ കോഡ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വിച്ചിലോട്ടുള്ള 2 കണക്ഷൻസ് ഗ്രേ കളറിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3 വോൾട്ടേജിനാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വേരിയബിൾ SMPS വെച്ച് ഒരു 3.5 വോൾട്ടേജ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോർഡിലോട്ട് പവർ സപ്ലൈ നൽകുമ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ചെക്ക് ചെയ്തപ്പോൾ ബോർഡിന് വലിയ തരത്തിലുള്ള തകരാറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഗ്രീൻ കളറിലാണ് ഈ ഒരു ലൈറ്റ് കത്തുന്നത്. ഇവിടെ കാണുന്ന ഈ 2 ഗ്രേ കളറിലുള്ള വയറുകൾ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. ഇത് തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്വിച്ച് അമർത്തുന്ന ആ ഒരു എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ തവണ സ്വിച്ച് അമർത്തുമ്പോഴും എന്തെല്ലാം വ്യത്യാസമാണ് ഈ LED ബ്ലിങ്ക് ചെയ്യുന്നതിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ആദ്യം റെഡ് കളറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സ്വിച്ച് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീനിലോട്ട് ചേഞ്ച് ചെയ്യും. വീണ്ടും ഒരു തവണ കൂടി നമ്മൾ ആ ഒരു സ്വിച്ച് അമർത്തുകയാണെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് കത്താൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ബ്ലിങ്കിങ് സീക്വൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബോർഡിന് വലിയ രീതിയിൽ തകരാറുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വയറിലാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇനിയും ഒരുപാട് വെയിലും മഴയെല്ലാം കൊള്ളാനുള്ളതാണ്. അപ്പോൾ മുന്നേ അതിനൊരു ക്വാളിറ്റി കുറവുണ്ട്, ആ വയറിനൊരു ക്വാളിറ്റി കുറവുള്ളതിനാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം വന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് മഴയത്തും വെയിലത്തെല്ലാം നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇത് നമുക്ക് ചേട്ടന്മാർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ഇത് വീണ്ടും കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ രീതിയിൽ ഈർപ്പെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഊരിയെടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം മഴയത്തെല്ലാം പോയി രാത്രി മഴയൊക്കെ കൊള്ളുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അത് വീണ്ടും അതിനകത്ത് തന്നെ കിടന്ന് LED ബൾബുകളുടെ ആ ഒരു ലെഗെല്ലാം തുരുമ്പ് പിടിച്ച് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്തൊരു വെള്ള നിറത്തിലുള്ള നല്ലൊരു പേപ്പറാണ് വരുന്നത്. നമ്മൾ വൈൻഡെല്ലാം ചെയ്യുമ്പോൾ ഒരു പേപ്പർ വയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേപ്പറാണ് ഇതിനകത്ത് വരുന്നത്. നല്ല സ്മൂത്തുള്ള പേപ്പറാണ്. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു LEDയുടെ വെളിച്ചം എല്ലാ ഭാഗത്തേക്കും പ്രകാശിപ്പിക്കുക ഒരു ഫ്ലൂറസെൻ്റ് എഫക്റ്റ് പോലെ ആ ഒരു പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാൻഡിലോട്ട് ഈ ഒരു ബോർഡിനെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിലിനകത്ത് നമ്മൾ 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കൂടി ഉറപ്പ് വരുത്തിയതാണ്. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മഴയെല്ലാം കൊള്ളാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ലൈറ്റ് എന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലൂ ഗൺ എടുത്ത് അതിന് നല്ല രീതിയിൽ തന്നെ ഒരു വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹാൻഡിലിനെ ഈ ഒരു ലൈറ്റുമായിട്ട് ഫിക്സ് ചെയ്യാം. ചെറിയൊരു ലൂസുണ്ട്, ചെറിയൊരു പൊട്ടലെല്ലാം വീണിട്ടുണ്ട്. ഇതാരുടെയോ കയ്യിൽ നിന്ന് വീണതാവാനാണ് സാധ്യത. അഭാഗം നമ്മൾ നല്ല രീതിയിൽ ഗമ്മൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. വെള്ളം കയറാത്ത വിധത്തിൽ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്റൺ ലൈറ്റ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ബൈ.